Hi! Hello! Lesbi Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സാധാരണ ചോറിനൊക്കെ കഴിക്കാവുന്ന ഒരു ഒഴിച്ചുകറി. ഒഴിച്ചുകറി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒഴിച്ചെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ചാറ് പോലെ ഇരിക്കുന്ന കറിയൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ തലേ ദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും കേടാവാത്ത അങ്ങനത്തെ കുറെ കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ അതുപോലെ ഇരിക്കുന്ന ഒരു കറിയൊക്കെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതാ അല്ലെങ്കിൽ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ അതിപ്പോ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഓണൊക്കെയാണ് വരുന്നത്. നമുക്ക് ഈ പച്ചക്കറി ഇതില് ഒരു കൂട്ടുകറിയായിട്ട് ഇത് വെക്കാം. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതെ അല്ലെ, ഇതെന്താണ് കൂട്ടുകറി അല്ല, കൂട്ടുകറി അല്ലാത്തൊരു കറി അല്ല. ഇത് ശരിക്കും ഓണത്തിന് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല സാധാരണ. പക്ഷെ നമ്മള് സാധാരണ അതല്ല, ഞാൻ പറയട്ടെ, സാധാരണ നമ്മളെപ്പോഴും കൂടുതൽ വെജ് റെസിപ്പീസ് ആണ് നമ്മുടെ ലിസ്ബി കിച്ചണിൽ ചെയ്യാറ്. അപ്പൊ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന പ്രത്യേകത അധികം ഇതില്ല അല്ലെ, ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് കുറച്ച് തന്നെയുള്ളൂ. എല്ലാം നമ്മുടെ എല്ലാ റെസിപ്പീസിനും ഇൻഗ്രീഡിയൻസ് കുറച്ച്, സമയം കുറവ്, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം, പെട്ടെന്ന് കേടാവില്ല. അങ്ങനത്തെ കറികളൊക്കെയാണ് മിക്കവാറും വെജ് കറികളൊക്കെയാണ്. ഫിഷിന്റെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോ ഈ ലിസ്ബി കിച്ചണിലേക്ക് വന്നിട്ട് ആ കൂട്ടാൻ ആ റെസിപ്പിക്ക് നോക്കിയിട്ട് അതൊന്ന് വെച്ചിട്ട് അതിന്റെ ആ ഒരു ഔട്ട്കം എങ്ങനെയാണെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചിരിച്ചോളൂ. സന്തോഷമായി. ലൈക്കിന്റെ ഒരു കുറവുണ്ട്, അതും കൂടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അത്രയും ഞാൻ പറയുള്ളൂ. ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് റെസിപ്പിക്ക് പോവാം. ഓക്കെ ബൈ. നമ്മുടെ ചട്ടിക്ക് ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായതിൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എത്ര ടേബിൾ സ്പൂൺ? ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ. എണ്ണ ഒന്ന് ചൂടാവണം കേട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കണം. ചൂടാവണം. ചട്ടി ചൂടുള്ളതിനും എണ്ണ ഒന്ന് ചൂടാവണ്ടേ, ഒന്ന് ചൂടിട്ട് കൂട്ടിയിരിക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കടുക്, ഫ്ലെയിം നമുക്ക് കുറച്ച് വയ്ക്കാം കേട്ടോ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 വറ്റൽമുളക്, ഇനി എള്ളല്ല, അത് ഇതാണ് ഉലുവ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ മതി കേട്ടോ. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഒരു തുടം വെളുത്തുള്ളി എടുക്കാം. അത് മുഴുവനോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്പെഷ്യലാണ് പറഞ്ഞില്ലേ, സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിനൊപ്പം തന്നെ ഫ്ലെയിം നന്നായി താത്തിട്ടല്ല വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് വേപ്പലിയും ഒരു 2 പച്ചമുളകും. അതാ പെരിഞ്ജീരകത്തിന്റെ സ്മെല്ലാണ്. ഇനി നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ ചെറുതാക്കി നുറുക്കിയത് എങ്ങനെയാ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ചെറുതാക്കി നുറുക്കുക ചെയ്തിരിക്കണേ. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ്. ഒരു 10-20 ചെറിയ ഉള്ളി, അത് നടു ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഗോൾഡൻ കളറായിട്ടൊന്ന് വഴന്ന് വരാം. ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളർ എന്ന് വെച്ചാൽ നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മതി.
ഇനി നമുക്ക് ടൊമാറ്റോ ഒരു 2 മീഡിയം സൈസുള്ള ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോ ഇടുന്ന വീഡിയോ. ടൊമാറ്റോ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, അതായത് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം നന്നായി വഴന്ന് വരണം. അതാണ് അതിൻ്റെ. പതുക്കെ ഇളക്കി കൊടുത്ത് വഴറ്റിയാലും കുഴപ്പമില്ല. മൂടി വെച്ച് നമുക്ക് മൂടി വെക്കാമല്ലേ, നേരെ റെസ്റ്റ് ചെയ്യാം. ഞാൻ എടുത്തില്ല. ഫ്ലെയിം താത്തി വെച്ചിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. നമ്മളിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. വേണ്ട, ഇത്രയ്ക്ക് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് പൊടികളാണ്. അത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കും. ഈ കറിയിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞ് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്നില്ല, ഇത് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരിക മാത്രമല്ല, അത് ആ പുളിയൊക്കെ ഒന്ന് വെന്തിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. മൂടി വെക്കണമെന്നില്ല, ആദ്യം തിളക്കിട്ടെ. ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 അച്ച് ബെല്ലം, ഞാനത് പൊടിയാക്കിയിട്ട് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. അത് കഴിഞ്ഞിട്ട് അത് ഇട്ടതിന് ശേഷം ഒന്ന് കുറുകി വരണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇങ്ങനെ നന്നായി തളിച്ചിട്ട് പുളിയും ഇതൊക്കെ കൂടി അങ്ങോട്ട് ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയ്ക്കുള്ള കറി കേട്ടോ. അപ്പോൾ ഒന്ന് കുറുകി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അല്ല, അത് ഒന്ന് തിളച്ച് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് ചെറുതായിട്ട്, അതെന്ന് വെച്ചാൽ പുളിയും അതൊക്കെ കൂടി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരും. ആ നമ്മുടെ മധുരം ഇട്ടതും ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു പ്രത്യേക ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേർന്ന് അതിന്റെ ഒരു പരുവത്തിൽ വരണം. ഒരു പരുവത്തിൽ വരും. ടേസ്റ്റാണ്. അതുവരെ വെയിറ്റ് ചെയ്യാം.
ഏകദേശം കുറച്ചൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കും തോറും കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ.